ഇന്നത്തെ വാട്ടയേറ്റിനിടയുടെ തുടക്കം ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ വിത്തൗട്ട് മിൽക്ക് ആയിരുന്നു. അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 2 ബോയിൽഡ് എഗ്ഗും പിന്നെ കുറച്ച് കുക്കുംബറും പിന്നെ മില്ലറ്റ്സ് യോഗട്ടും ആയിട്ട് മിക്സ് ചെയ്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹൈപ്പർ പോയി വന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് കാട മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 കാട എടുത്തിട്ട് എണ്ണയിൽ മുക്കി പൊരിക്കുകയും ചെയ്ത്. പിന്നെ ഗോകുലിൻ്റെ സ്പെഷ്യൽ ചെമ്മീൻ കറിയും ഉണ്ടായിരുന്നു. ചെമ്മീൻ കറിയല്ല, ചെമ്മീൻ ഉലർത്ത പോലത്തെ സാധനം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ചോറും പപ്പടവും കൂട്ടായിരുന്നു ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച്. പിന്നെ വൈകിട്ട് ഒരു 7 മണി ആയപ്പോഴേക്കും ഇന്ന് കോഫി ഒന്നും കുടിച്ചില്ല. രാവിലെ കോഫി കുടിച്ചത് കൊണ്ട് അവക്കാഡോ ജ്യൂസ് ആയിരുന്നു വൈകിട്ട് കഴിച്ചത്. പിന്നെ ഇന്ന് കഴിക്കാൻ വേണ്ടി ഒത്തിരി സ്നാക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വൈകിട്ട് 7 മണി ആയപ്പോൾ തന്നെ നാഗർകോയിൽ ആര്യഭവൻ ഫുഡ് ഓർഡർ ചെയ്ത് ഇന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 2 ഇഡ്ഡലി ഓർഡർ ചെയ്ത് അതിൻ്റെ സാമ്പാർ പിന്നെ മിൻ ചട്നി, കോക്കനട്ട് ചട്നി പിന്നെ തക്കാളി ചട്നി ഉണ്ടായിരുന്നു. ഗോകുലിനാണെങ്കിൽ അടദോശയായിരുന്നു ഓർഡർ ചെയ്തത്. അടദോശേൻ്റെ ഇവിടുത്തെ കോമ്പിനേഷൻ വരുന്നത് അവിയലാണ്. നമ്മൾ സദ്യയുടെ കൂടെ കഴിക്കുന്ന അവിയലാണ്. അതിൻ്റെ കൂടെ തന്നെ ഗോകുൽ വേറൊന്ന് വെറൈറ്റി ആയിട്ട് മേടിച്ചത് ഈ ഒരു മോർക്കുളമ്പ് ഇഡ്ഡലി, അതായത് നമ്മുടെ മോര് കറിയിൽ ഇഡ്ഡലി മുക്കി വെച്ചത്. എന്തൊക്കെ വെറൈറ്റി അല്ലേ! തമിഴ്നാട് വരുമ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്.